എങ്ങനെയാണ് നമ്മുടെ നാട് ഇന്ന് കാണുന്ന തരത്തിലുള്ള വികസനം നേടാൻ നമുക്ക് കഴിഞ്ഞത്? ഒരു ഭാഗം നമ്മുടെ നാടിനുള്ള ഒരു ദൗർബല്യം ആവശ്യമായ തരത്തിലുള്ള പണമില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാം, നമ്മുടെ ഖജനാവിന് അത്ര വലിയ ശേഷിയില്ലായിരുന്നു. പക്ഷേ നമ്മുടെ നാടിൻ്റെ വികസന മാപ്പ് പരിശോധിച്ചാൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2016 ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ കണ്ടൊരു കാര്യം, ആവശ്യങ്ങൾ അനവധിയാണ്. എങ്ങനെ ഇത് നിറവേറ്റും? ഖജനാവിൻ്റെ ശേഷിയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് കാര്യങ്ങൾ നീക്കിയാൽ അതിന് പ്രയാസമുണ്ട്. അപ്പോൾ ഒരു സമാന്തര സ്രോതസ് വേണം, സാമ്പത്തിക സ്രോതസ്. അതിനുവേണ്ടിയാണ് കിഫ്ബിയെ പുനർജീവിപ്പിച്ചത്. കിഫ്ബി നമ്മുടെ നാടിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി വലിയ സംഭാവനയാണ് നൽകിയത്. ഇവിടെ നേരത്തെ ബഹുമാന്യ യൂസഫ് അലി ഒരു പാട്ടുപാടിയില്ലേ, എവിടെ തിരിഞ്ഞത് നോക്കിയാലും എന്നുള്ളത്. അത് വേറൊരു തരത്തിൽ കാണാം. എവിടെ തിരിഞ്ഞത് നോക്കിയാലും അവിടെല്ലാം കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാം എന്ന നിലയിലേക്ക് കേരളത്തിൽ കാണാൻ കഴിയും. പല രൂപത്തിൽ സ്കൂൾ കെട്ടിടം, ആശുപത്രി കെട്ടിടം, റോഡുകൾ, പാലങ്ങൾ, ഫ്ലൈ ഓവറുകൾ, റെയിൽവേ മേൽപ്പാലങ്ങൾ, വിവിധ പദ്ധതികളുടെ ഭാഗമായുള്ള കൺസ്ട്രക്ഷൻസ്, വിവിധ ഇടപെടലുകൾ എല്ലാം നാടിൻ്റെ വികസനത്തിന് വഴിവെച്ചിരിക്കുകയാണ്. അന്ന് 2016 50,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസന പദ്ധതി നടപ്പാക്കും എന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് ഈ കിഫ്ബിയിലൂടെ. 2021 ആയപ്പോൾ 50 അല്ല 62,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് പൂർത്തിയാക്കാനായത്. ഇപ്പം എത്രയാണെന്നറിയോ? 90,000 കോടി കവിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ നാടിൻ്റെ വികസനത്തിന് ഇത്തരമൊരു സാമ്പത്തിക സ്രോതസ് ഉപയോഗിക്കാൻ കഴിഞ്ഞത് സഹായകമായി. ഞാനൊരു ഭാഗം ഇവിടെ പറയാതിരിക്കുന്നുണ്ട്, ഇപ്പോഴും ഞാൻ പറയാൻ പോകുന്നില്ല. കാരണം അതിനെതിരെ വന്ന വാദഗതികളുണ്ട്, അതിനെ ആക്ഷേപിക്കാൻ പുറപ്പെട്ടവരുണ്ട്. അതൊക്കെ നമ്മുടെ നാടിൻ്റെ മറ്റൊരു ഭാഗമായിട്ട് കണ്ടാൽ മതി. ഏതായാലും നാടിന് നല്ല രീതിയിലുള്ള വികസനം ഉറപ്പുവരുത്താൻ കഴിഞ്ഞു. 5,600 കോടി രൂപ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൊടുത്തത് കിഫ്ബിയിൽ നിന്ന് എടുത്തതായിരുന്നു. നമ്മുടെ മലയോര ഹൈവേക്കും തീരദേശ ഹൈവേക്കും പണം മാറ്റിവെച്ചതും കിഫ്ബിയിൽ നിന്ന് എടുത്തതാണ്. വിവിധ രൂപത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നതിന് കിഫ്ബിയുടെ ഫണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ 2016 മുതൽ 2021 വരെയുള്ള അനുഭവം എല്ലാ മേഖലയിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് ഞങ്ങൾ വാക്കാലെ പറഞ്ഞത് മാത്രമല്ല, നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഒരു പുതിയ മാതൃക ആ കാലയളവിൽ കേരളത്തിൽ സൃഷ്ടിക്കാനായി. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങളുണ്ട്. 2016 നൽകിയ വാഗ്ദാനങ്ങൾ എത്ര കണ്ട് നടപ്പായി? ഓരോ വർഷവും ജനങ്ങളുടെ മുന്നിൽ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. 2017 അവതരിപ്പിച്ചു, 18, 19, 20, 21.
2021 പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ ജനങ്ങളാകെ വിലയിരുത്തുകയല്ലേ. ജനങ്ങൾ കാണുന്നത് 2016 തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം 600 ഇനം. ആ 600 ഇനത്തിൽ 580 പൂർത്തീകരിച്ച ഗവൺമെൻറ്റാണ് എന്ന വിലയിരുത്തൽ ജനങ്ങൾക്ക് നടത്താനാകുന്നു. പ്രോഗ്രസ് റിപ്പോർട്ട് സാക്ഷ്യം. അപ്പോൾ ജനങ്ങൾ തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പാകുമ്പോൾ നമുക്കറിയാലോ, നാട്ടിൽ വലിയ തരത്തിലുള്ള കോലാഹലങ്ങളും മറ്റും ഉണ്ടാകുന്നുള്ളത്, വലിയ പ്രചരണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുമല്ലോ. ഇപ്പോഴത്തെ സമയത്ത് ഉള്ളത് മാത്രമല്ല, ഇല്ലാത്തതും പ്രചരിപ്പിച്ച് ഏതെങ്കിലും തരത്തിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റുമെന്ന് പലരും നോക്കുമല്ലോ. പക്ഷെ ജനങ്ങൾ അവരുടെ സ്വന്തം അനുഭവമല്ലേ കണക്കിലെടുക്കുക. ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ തീരുമാനിച്ചു, നമ്മുടെ കേരളത്തിൽ കുറേ കാലമായി ഒരു തവണ ഒരു മുന്നണി, അടുത്ത തവണ മറ്റേ മുന്നണി, ഇങ്ങനെയായിരുന്നു ഭരണമാറ്റം ഉണ്ടാകുന്നത്. അത് തന്നെ നടക്കുമെന്ന് പ്രതീക്ഷിച്ച നല്ലൊരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പക്ഷേ ജനങ്ങൾ തീരുമാനിച്ചു 2016 മുതൽ 2021 വരെയുള്ള ഭരണം തന്നെ തുടരട്ടെ. അങ്ങനെ നേരത്തെ ഉള്ളതിനേക്കാളും കൂടുതൽ സീറ്റ് നൽകിക്കൊണ്ട് ആ മുന്നണിയെ തന്നെ അധികാരത്തിൽ ഏറ്റവും നിലയുണ്ടായി.